D7 എനിക്ക് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നത് കൃഷ്ണുവാണ്. കൃഷ്ണു ഇവരുടെ പനമ്പള്ളിയിലുള്ള ഫുഡ് ട്രക്ക് തൊട്ടുള്ള വലിയ ഫാനാണ്. അതിനും കൂടി എന്നെ വൈറ്റ്ലയിൽ കൊണ്ടുവന്നിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കമാൻഡോ ഫ്രൈസിൽ തുടങ്ങിയിട്ട് അവിടത്തുള്ള ഈച്ച് ആൻഡ് എവറി മെനു ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റാലിറ്റിയാണ് ബേസിക്കലി എന്നെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട്. കാരണം ട്രക്കിൽ തുടങ്ങുമ്പോൾ ശിവയും ചേച്ചിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എഗെയിൻ അത് കഴിഞ്ഞ് വൈറ്റ്ലയിലേക്ക് വന്നപ്പോഴാണ് പ്രമോദ്, ശിവ അവരെല്ലാവരും വന്ന് ഒരു ഫാമിലി ഫീലിംഗ് തന്നെ തുടങ്ങിയത് നമുക്ക്. എഗെയിൻ ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ഒരു കോൾ വരികയാണെങ്കിൽ ഫസ്റ്റ് പറയുമ്പോഴേക്കും ഡിസ്ട്രിക്ട് 7. കാരണം ആൾക്കാർ ഇപ്പോൾ പറയാൻ തുടങ്ങിയത് എനിക്കിവിടെ ഷെയർ ഉണ്ടെന്ന എല്ലാവരും ഡൗട്ട്. കാരണം ബട്ട് നമുക്ക് കണ്ണും പൂട്ടി വിടാം ആര്, സർവീസ് വൈസ് ആണെങ്കിലും ഫുഡ് വൈസ് ആണെങ്കിലും ക്വാളിറ്റി വൈസ് ആണെങ്കിലും എല്ലാം. കഥ പറയുമ്പോഴത്തേക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇവിടുത്തെ മെനു ആണ്. ഡിഫറെൻ്റ് ആണ്, ഫ്യൂഷൻ ആണെങ്കിൽ കൂടി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വീക്കെൻഡ്സിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യും. നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയും നമ്മൾ ഇന്ന് D7 വരൂല കേട്ടോ എന്ന് പറയും. ലാസ്റ്റ് വണ്ടി ഓടിച്ചിട്ട് ഇവിടെ തന്നെ വന്ന് നിൽക്കും. ഇന്നിപ്പോ ഈ ആഴ്ച നമുക്ക് ഡിസ്ട്രിക്ട് 7 വേണ്ട, നമ്മളെല്ലാം കഴിച്ചു കഴിഞ്ഞു. അവിടുത്തെ മെനു എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, നമുക്ക് രണ്ടുപേർക്കും അറിയാം. പക്ഷെ എന്നാലും ഇവിടെ വന്ന് നിൽക്കും. എന്തുകൊണ്ട് ഡിസ്ട്രിക്ട് 7 എന്നുള്ളതിന് എനിക്ക് ഇത്രേ പറയാൻ പറ്റത്തുള്ളൂ.